എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഓവനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വലിയ ബൗൾ എടുത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളൊരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ദെൻ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് സെറ്റാക്കാം. അതിനായിട്ട് നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണം കേട്ടോ കൊടുക്കാൻ. അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് അത് ബീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിങ്ങനെ റൈസ് ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ പതഞ്ഞ് ഒരു ക്ലൗഡി പോലെ ആയി വരുന്ന ടൈമിലാണ് നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്നത് ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം ലോ ഇട്ട് കൊടുക്കുക സ്പീഡിൽ. ദെൻ അതിങ്ങനെ കൂട്ടി ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമ്മൾ നല്ല ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ കയ്യിലില്ലാത്തവർക്ക് ആണെങ്കിൽ ഒരു വിസ്കർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ മുട്ടൊക്കെ ബീറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഇതേപോലെ പതഞ്ഞ് വരും. അപ്പോൾ നമ്മളുടെ മുട്ട പതഞ്ഞതിലേക്ക് നമ്മൾ പിസ്ത എലാച്ചി മിക്സ് ഉണ്ട് നമ്മളുടെ ടൈഗർ ബ്രാൻഡിൻ്റെ, അത് ഇവിടെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കളർ ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ വേറെ എസൻസ് ഒന്നും ഒഴിക്കേണ്ടി വരുന്നില്ല. നമ്മൾ കല്യാണത്തിനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രിങ്ക്സ് കിട്ടുമല്ലോ, വെൽക്കം ഡ്രിങ്ക്, ഈ ബദാം മിക്സ് അതുപോലെ തന്നെ പിസ്ത മിൽക്കൊക്കെ അങ്ങനെ കളേർഡ് ആയിട്ടുള്ള അതേപോലത്തെ ഒരു സംഭവമാണിത്. ടൈഗറിൻ്റെ പിസ്ത എലാച്ചി മിക്സ് എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ എസൻസ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അല്പാൽപ്പായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഏകദേശം 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ, പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര ചേർക്കരുത്. അത് നമ്മൾ ഒന്ന് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ബെറ്റർ. അപ്പോഴാണ് നമ്മളുടെ മുട്ടയിൽ ഒരു നല്ല എന്താ പറയുക അലിഞ്ഞു പോവുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ കേക്കിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാം. പിന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരണമെങ്കിൽ ഇതേപോലെ നല്ല ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരണം. അപ്പോൾ കണ്ടില്ലേ, ഇത്ര മാത്രം മുട്ട അതുപോലെ പഞ്ചസാര തമ്മിൽ ബീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ മൈദ എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം സെറ്റാക്കിയത് അത് അല്പാൽപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ദെൻ എല്ലാവരും തമ്മിലൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിക്കലും ബീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. പിന്നെ സ്പാച്ചിൽ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഒരേ ഒരു സൈഡിലോട്ട് മാത്രം മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ വളരെ ധൃതിയിൽ എല്ലാ ഭാഗത്തോട്ടും മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബബിൾസ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒരേ ദിശയിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിൽ മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. അതൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ സ്പാച്ചിൽ ഇല്ലാത്തവർ ഒരു സാധാ ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മുമ്പും കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട, അതുപോലെ കാർഡ്സിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബേക്ക് ചെയ്യേണ്ട ഒരു പാത്രം എടുത്തിട്ട് അതിൽ ബട്ടർ തേച്ചിട്ട് ദെൻ ഒരു ബട്ടർ പേപ്പറും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചും കൂടി ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലും നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ബട്ടർ. അതിലോട്ട് നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നമ്മൾ അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക.
ദെൻ കംപ്ലീറ്റ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യണം. അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ബബിൾസൊക്കെ ഒന്ന് പോവാൻ, അതുപോലെ തന്നെ എല്ലാ ഭാഗത്തോട്ടും ഒരേ രീതിയിൽ കേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വലിയ ഒരു ഇതുപോലത്തെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ഒരു പാൻ എടുത്താലും മതിയാവും. അതിൽ ഇതേപോലെ ഒരു റൗണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ കേക്കിൻ്റെ ആ ഒരു ബേക്ക് ചെയ്യുന്ന പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് മിനിമം ഒരു 30 മിനിറ്റ്, ചിലപ്പോൾ 40-45 മിനിറ്റോളം വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം, അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ആയോന്ന്. അപ്പോൾ അതാവുന്ന ടൈമിൽ നമുക്ക് നമ്മളുടെ കേക്കിലേക്കുള്ള ക്രീം സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റിച്ച് ക്രീം എടുത്തിട്ടുള്ളത് നമ്മളുടെ റിച്ചിൻ്റെ വിപ്പ് ടോപ്പിംഗ് ഗോൾഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പോരാന്നാണ്, കമ്പാരിറ്റീവ്ലി വിവോ ക്രീമിനേക്കാളും പോരായ്മ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ വാങ്ങുന്നവർ എന്തായാലും വിവോൻ്റെ ക്രീം വാങ്ങാനായിട്ട് നോക്കുക. അതാണ് ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നല്ല ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലഫി ആയി വരുന്ന ആ ഒരു ടൈം വരെ ഒരു 5 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ഈ വിപ്പിംഗ് ക്രീം നല്ല ഉയർന്ന് വരാനായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ ആ ഒരു തിക്കായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അതൊരു ടിപ്പാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം നല്ല കട്ടായിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കണ്ടീഷനിൽ വേണം എപ്പോഴും ബീറ്റ് ചെയ്യാൻ. അപ്പോഴാണ് നമ്മളുടെ വിപ്പിംഗ് ക്രീം കറക്റ്റ് ആ ഒരു ഫ്ലഫി അല്ലെങ്കിൽ ആ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. നെക്സ്റ്റ് ഈ ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീമിനെ ഞാൻ 3 പാത്രത്തിലേക്ക് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ കളേഴ്സ് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് 3 ബൗളിലേക്ക് ക്രീമിനെ മാറ്റി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ ആദ്യം ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രീനും പിങ്കും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ കേക്കിന് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഈ വീഡിയോയിൽ കാണുന്ന കളറായിരുന്നില്ല, കുറച്ച് ലൈറ്റ് കളറായിരുന്നു. അപ്പോൾ എന്തോ ഷൂട്ട് ചെയ്യുമ്പോൾ വീഡിയോയിൽ കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് പിങ്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ പിങ്ക് കോമ്പിനേഷനാണ് എൻ്റെ കേക്കിൻ്റെ കളറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തോളാം. ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഒരു ഡെക്കറേഷനാണ് ഈ കേക്കിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ക്രീം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ കേക്ക് ഇപ്പോൾ കറക്റ്റ് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഏകദേശം 40 മിനിറ്റാണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കുക, ഒരു കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ കറക്റ്റ് ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ കേക്ക് ചൂടാറാനായിട്ട് കുറച്ച് ടൈം വെച്ച് കൊടുക്കുക. അതിന് ശേഷം മാത്രം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ കേക്ക് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ്സൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഓവനൊന്നും ഇല്ലാതെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയത്. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളുടെ കേക്ക് അടിയിൽ കരിഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ആ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളെ കേക്ക് കിട്ടിയിട്ടുള്ളത്. ക്രാക്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് 1 kg കേക്കാണ്. അപ്പോൾ നമുക്കിത് 3 ലെയറായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിരടൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ചിലർ കട്ട് ചെയ്യുമ്പോൾ കേക്ക് മുറിഞ്ഞു പോകാനും പൊടിഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ ബെറ്റർ ചിരട് യൂസ് ചെയ്യുമായിരിക്കും, നൂല്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് പിടിച്ച് വലിച്ചാൽ മതിയാവും. ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ക്രീം ചെയ്യാം. നെക്സ്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ടേൺ ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ട് ആദ്യം കുറച്ച് ക്രീം അവിടെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യത്തെ കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഷുഗർ സിറപ്പിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് നമ്മളുടെ വൈറ്റ് ക്രീം ഉണ്ടല്ലോ, വിപ്പ് ചെയ്ത ക്രീം, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കളർ ക്രീം യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ, ഫ്ലവേഴ്സ് പോലെ അങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ 1 by 1 ആയിട്ട് നെക്സ്റ്റ് കേക്ക് വെക്കുക, അതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 പീസ് കേക്കാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ഒരേപോലെ ആക്കിയതിന് ശേഷം നെക്സ്റ്റ് അടുത്ത കേക്കും നമുക്ക് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ദെൻ അതിൻ്റെ ടോപ്പിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ നടുവിലുള്ള ആ ഒരു കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ടോപ്പിലും അടിയിലുള്ള കേക്ക് പീസിൻ്റെ മുകളിലാണ് കേട്ടോ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ കംപ്ലീറ്റ് ക്രീം കേക്കിൻ്റെ ടോപ്പിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുവിധം ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് അപ്ലൈ ചെയ്യലാവും. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഈ ക്രീം കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ക്രീമൊക്കെ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ സൈഡ്സൊക്കെ കണ്ടില്ലേ, ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രാപ്പറൊന്നും കയ്യിലില്ലെങ്കിൽ ജസ്റ്റ് ഒരു കടലാസ്, നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുത്തിട്ട് ചെയ്താലും മതിയാവും കേട്ടോ. ദെൻ ഈ ക്രീം കംപ്ലീറ്റ് നമുക്ക് ഒരേപോലെ ആക്കി എടുക്കണം. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള എസെൻഷ്യൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ലിങ്കും അതുപോലെ ആമസോണിൽ വാങ്ങേണ്ട ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോളാം. അപ്പോൾ ഞാൻ ഈ കംപ്ലീറ്റ് കേക്കിൻ്റെ സാധനങ്ങൾ മൊത്തം ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി ചീപ്പ് റേറ്റാണ്. അപ്പോൾ അതെല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ആ കളർ ക്രീം ഉണ്ടല്ലോ, ഗ്രീനും പിങ്കും ഒക്കെ, അത് പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് ഫ്ലവറിൻ്റെ നോസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് റോസ് ഫ്ലവേഴ്സ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഡെക്കറേഷൻ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് കളറാണ് യൂസ് ചെയ്ത് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സൈഡ്സിലൊക്കെ ആ പിങ്ക് ക്രീം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പിങ്ക് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഡോട്ട്സ് പോലെ കൊടുക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് തീരുമാനിച്ചത് സൈഡിൽ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ സൈഡിലും നമ്മൾ പിങ്ക് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് കണ്ടില്ലേ, ഇതേപോലെ ആ പിങ്ക് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന പോലുള്ളത് കൊടുക്കാം. അതുപോലെ സൈഡ്സിലും നമുക്കിങ്ങനെ മുള്ള് പോലെ വരുന്ന രീതിയിലും ഗ്രീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ഐഡിയ പോലെ ചെയ്തോളാം. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ ഇഷ്ടമായാൽ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഇതിന് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നെക്സ്റ്റ് ഇനിയും കേക്കിൻ്റെ റെസിപ്പീസ് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലിലെ വീഡിയോസ് ഇനിയും കണ്ടു നോക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.